പുരാതന സിന്ധു നദീതട നാഗരികതയുടെ തെക്കേ അറ്റത്തുള്ള സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ആ നഗരം. ഇന്ത്യൻ സംസ്ഥാനമായ ഗുജറാത്തിലെ ബാൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു. BCE 2200-അടുത്താണ് നഗരത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചതെന്ന് കരുതപ്പെടുന്നു. പടിഞ്ഞാറൻ ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്തിലെ കച്ച് ജില്ലയിലെ ബച്ചു താലൂക്കിലെ കാദുർബെറ്റിൽ ഒരു പുരാവസ്തു സ്ഥലമുണ്ട്. ഇതിന് ആധുനിക കാലത്ത് നിന്ന് ഒരു പേരും ലഭിച്ചു. ഗ്രാമത്തിന് 1 കിലോമീറ്റർ 0.62 മൈൽ തെക്ക്, 29.47 ഡിഗ്രി നോർത്ത്, പിന്നെ 74.13 ഡിഗ്രി ഈസ്റ്റിൽ ഗഗ്ഗറിൻ്റെ, അതായത് ഖഗ്ഗർ ഹക്ര നദി, ഇടത് അല്ലെങ്കിൽ തെക്കൻ തീരത്ത് സൂറത്ത് ഗണ്ടിന് ഇടയിലുള്ള തേസിൽ പിലിംബങ്കാനിൽ ഒരു പട്ടണമുണ്ട്. രാജസ്ഥാനിലെ ഹനുമാൻഗഡ് ജില്ലയിലെ ഹനുമാൻഗഡ് ഇന്ത്യയിലെ 205 കിലോമീറ്റർ ബിക്കാനീറിൽ നിന്ന്. അതെ, ലോത്തലും ധോളവീരിയും കലിബംഗനും. ഗുജറാത്തിൽ അഹമ്മദാബാദിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയാണ് ലോത്തൽ. ഉത്ഖനന പ്രവർത്തനങ്ങൾ നയിച്ചത് SR റാവുവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തുറകമായി കണക്കാക്കപ്പെടുന്നത് ലോത്തലാണ്. ഒരു ഡോക്യാർഡ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അരിയുടെ അവശിഷ്ടങ്ങളും ലോത്തലിൽ കണ്ടെത്തിയിട്ടുണ്ട്. സുമേറിയക്കാരുമായി ലോത്തലിന് വ്യാപാര ബന്ധമുണ്ടായിരുന്നു. കാംബെ ഉൾക്കടൽ തീരത്താണിത്. സബർമതി നദിക്കും അതിൻ്റെ പോഷക നദിയായ ബൊഗാവോയ്ക്കും ഇടയ്ക്കാണ് ലോത്തൽ സ്ഥിതി ചെയ്യുന്നത്. 1954-ലാണ് ലോത്തൽ കണ്ടെത്തിയത്. 1955 മുതൽ 1960 വരെ ഉത്ഖനനം നടന്നു. അഹമ്മദാബാദ് ജില്ലയിലെ ധോൽക താലൂക്കിലാണ് ലോത്തൽ. ലോത്തൽ എന്ന ഗുജറാത്തി വാക്കിൻ്റെ അർത്ഥം ദ മൗണ്ട് ഓഫ് ദ ഡെഡ് എന്നാണ്. ഇതേ അർത്ഥം തന്നെയാണ് മൊഹൻജദാരോയ്ക്കും. ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് ഡോക്ടർ DP ജോഷി ഉത്ഖനനം നയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹാരപ്പൻ സെറ്റിൽമെൻറ്റുകളിൽ ഒന്നാണിത്. വലുപ്പമുള്ള മറ്റൊരു ഇന്ത്യൻ കേന്ദ്രമാണ് ഹരിയാനയിലെ രാഖി ഗർഹി. ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന സൈന്ധവ സംസ്കാര കേന്ദ്രമാണ് ധോളവിര. രാജസ്ഥാനിൽ ഗഗ്ഗർ നദിയുടെ തെക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഉഴുതുമറിച്ച നിലം, പ്ലഗ്ഡ് ഫീൽഡ് ഇവിടെ കണ്ടെത്തി. കലിബംഗൻ എന്ന വാക്കിനർത്ഥം കറുത്ത വളകൾ എന്നാണ്. ചെമ്പ് സാങ്കേതിക വിദ്യ സംബന്ധിച്ച തെളിവുകളും ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇറ്റലിക്കാരനായ ഇൻഡോളജിസ്റ്റ് ലൂയിജി പിയോ ടെസിറ്റോരി ആണ് കലിബംഗൻ കണ്ടെത്തിയത്. അമലാനന്ദ ഘോഷ് ആണ് ഇത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത്. സൈന്ധവ സംസ്കാരത്തിൻ്റെ 3ാം തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കലിബംഗനാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തുടർന്ന് കാണുന്ന ഒരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ, എന്താണെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. So bye guys, see you next time.